കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തീശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം അർപ്പിക്കുന്നു. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുക. സദൃശ്യവാക്യങ്ങൾ 17-ാം അധ്യായം അതിൻ്റെ 22-ാമത് വാക്യം. അതിങ്ങനെ പറയുന്നു: സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കും. ഈ വാക്യം വളരെ അനുഗ്രഹീതമായ ഒരു വാക്യമാണ്. ഒരു ചിന്ത നിങ്ങളുമായിട്ട് ഈ വാക്യത്തിലൂടെ പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇന്ന് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കകത്ത് തകർന്നിരിക്കുന്ന മനസ്സുകൾ ഉള്ള ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? നമുക്കറിയാം, ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, നമ്മൾ കേൾക്കുന്ന മാധ്യമത്തിലൂടെ, പ്രത്യേകിച്ച് ടെലിവിഷൻ മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, അതുപോലെ പത്രവാർത്തകളിലൂടെ ഒക്കെ നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് സമാധാനമില്ലാത്ത വ്യക്തികൾ, സമാധാനമില്ലാത്ത കുടുംബങ്ങൾ കൊലപാതകത്തിലേക്കും ആത്മഹത്യകളിലേക്കും മയക്കുമരുന്നിനും മറ്റ് മദ്യപാനത്തിനും ഒക്കെ അടിമയായി പോകുന്ന അനേകരെ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടവരികയാണ്. മോഷണ കേസിലെ പ്രതികളാകുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള ദുഷ്ടപ്രവൃത്തികൾ ചെയ്യുന്ന ഒരു കാലത്തിലാണ് നമ്മൾ, ഈ മനുഷ്യൻ ചെയ്യുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? പലപ്പോഴും ഇതിൻ്റെയൊക്കെ വിഷയം എന്താണ് ഇതിൻ്റെ അകത്തുള്ള ഒരു ആകത്തുക, എന്താണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് നമ്മൾ പരിശോധിച്ചാൽ മനുഷ്യൻ്റെ ഹൃദയം എന്ത് ചെയ്യുകയാണ്? വിഷമങ്ങളിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും. ഇപ്പോൾ നമുക്കറിയാം, പല കൊലപാതകങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ അവസാനം ചെന്ന് നിൽക്കുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളോ ഇല്ലെങ്കിൽ സാമ്പത്തികത്തോടുള്ള ആർത്തിയോ ആണ്, അല്ലേ? കിട്ടുന്ന പൈസ തികയുന്നില്ല, കയ്യിൽ ലഭ്യമാകുന്ന സമ്പത്ത് അവന് തികയാതെ വരുന്നത് കൊണ്ട് അതിന് നേടാൻ വേണ്ടി ഉറ്റവരെ, വേണ്ടപ്പെട്ടവരെ, അപ്പനമ്മയെ, സഹോദര ബന്ധങ്ങളെ ഒക്കെ, ഇല്ലെങ്കിൽ സ്വന്തം ഭാര്യയെയോ കാമുകിയോ ഒക്കെ കൊന്നുകളയുന്ന ഒരു കാലത്തിലേക്കാണ് ഈ കാലം വന്നു നിൽക്കുന്നത്. അപ്പോൾ അതിനകത്തെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സന്തുഷ്ട ഹൃദയം ഇല്ലാത്തതാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം, അല്ലേ? പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്തിനൊക്കെയാണ് നമ്മൾ തൃപ്തി വരേണ്ടത്? ഒന്ന്, നമ്മൾ പലതിനെക്കുറിച്ച് വിചാരപ്പെടുന്നവരാണ്. എന്നാൽ 3 കാര്യങ്ങൾ യേശു കർത്താവ് പറഞ്ഞു, അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണ്ട? വിചാരപ്പെടേണ്ട. എന്ത് തിന്നും, എന്തുടുക്കും, എന്ത് കുടിക്കും എന്നിവയെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്? കൺസേൺ ആകേണ്ട കാര്യമില്ല. എന്നിവയെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ട കാര്യം ഇല്ല. നിങ്ങൾക്ക് വേണ്ടി അതിനെ കരുതാൻ കഴിയുന്നൊരുവനാണ് നിങ്ങളുടെ പിതാവ്, സ്വർഗീയ പിതാവ് എന്ന് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഇടവന്നു. ലേഖനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്: ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. അപ്പം നമുക്ക് ലഭ്യമാകുന്ന നന്മകളിൽ നമ്മൾ തൃപ്തിപ്പെടുവാൻ തക്കവണ്ണം തയ്യാറാകണം, അല്ലേ? അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. പലപ്പോഴും മനുഷ്യർക്ക് തൃപ്തിക്കുറവാണ്. പലതിലും അവർക്കുള്ളതിൽ ഒക്കെ തൃപ്തിക്കുറവ് വരുന്നത് കൊണ്ടാണ് പല പ്രശ്നങ്ങൾ, പല പ്രതിസന്ധികൾക്കും അത് കാരണമായി മാറുവാൻ തക്കവണ്ണം ഇടവരുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ദൈവമക്കളോട് ഞാൻ ഇന്ന് പ്രഭാതത്തിൽ കൈമാറുകയാണ്, സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്: ഉള്ളതുപോലെ ഇല്ലെങ്കിൽ എല്ലാം ഉള്ളപ്പോൾ നന്നായിരിക്കാൻ, ഇല്ലെങ്കിൽ തൃപ്തിയോടിരിപ്പാൻ എനിക്കറിയാം. ഇനി ഇതൊന്നും ഇല്ലേലും പ്രൈസലോ, എനിക്കത് പ്രശ്നമില്ല, ഇടുങ്ങിയിരിക്കാൻ എനിക്കറിയാം, വിശാലതയിൽ ഇരിക്കാൻ എനിക്കറിയാം, പ്രൈസലോ എന്ന് പറയുന്ന ഒരു കാര്യം. എൻ്റെ അർത്ഥം, തൃപ്തിയുള്ള ഒരു മനസ്സാണ് സന്തുഷ്ട ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. അതുകൊണ്ടാണ് ഇവിടെ സദൃശ്യവാക്യങ്ങൾ 17-22 പറയുന്നത് സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാണ്. അടുത്ത് പറയുന്നത് ശ്രദ്ധിക്കണം, തകർന്ന മനസ്സെന്ന് പറയുന്നത് അത് അസ്ഥികളെ ഉണക്കുവാൻ തക്കവണ്ണം ഇടയാകും. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, പക്ഷെ പലപ്പോഴും കുടുംബജീവിതത്തിൽ അസമാധാനമോ ഇല്ലെങ്കിൽ ഭർത്താവിൻ്റെ മദ്യപാനമോ മറ്റു വിഷയങ്ങളോ ഒക്കെ നിങ്ങളെ അലട്ടുന്ന വിഷയം, സാമ്പത്തിക തകർച്ച ഒരുപക്ഷെ നിങ്ങളെ അലട്ടുന്ന വിഷയമായിരിക്കാം, ഇല്ലെങ്കിൽ രോഗങ്ങളോ മറ്റു ക്ലേശങ്ങളോ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയമായിരിക്കാം. അല്ല പാസ്റ്ററെ, ഇല്ലെങ്കിൽ ദൈവദാസനെ, ഹൃദയത്തിന് സമാധാനമില്ല, സന്തോഷമില്ല എന്ന് പറയുന്ന അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കാണുവാൻ തക്കവണ്ണം ഇടവരും. എന്നാൽ നമ്മുടെ കർത്താവ് എന്താ പറഞ്ഞേ? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. നിങ്ങൾക്ക് സന്തുഷ്ട ഹൃദയം വേണമോ? യേശുവിൻ്റെ അടുക്കലേക്ക് വരിക. നിങ്ങളുടെ ഏത് വിഷയത്തിന് പരിഹാരം നൽകാൻ കഴിയുന്ന, ഇല്ലെങ്കിൽ സമാധാനമുള്ളൊരു ഹൃദയം നൽകാൻ കഴിയുന്ന ഒരുവനെ ഉലകത്തിലുള്ളൂ. അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവ്, അല്ല
സന്തുഷ്ടതയുള്ള സമാധാനമുള്ളൊരു ഹൃദയത്തെ അവിടെ നൽകണം. അസമാധാനമുള്ള ഹൃദയങ്ങളുടെ ഉടമയായിരിക്കുന്ന ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് സഹായിച്ചാട്ട്, ബലപ്പെടുത്തിയാട്ട്, ശക്തീകരിച്ചാട്ട് എല്ലാവിധമായ നന്മകളാലും അനുഗ്രഹങ്ങളാലും ദൈവം നിറയ്ക്കണം. എല്ലാം മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.